ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ഒരു യാത്ര, ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാനുള്ള യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിന് ബുക്ക് ചെയ്ത് SMVT എന്ന സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂരിലേക്ക്. അടുത്ത് ഓട്ടോ ചാർജ് വരും. അപ്പം അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടോക്കൺ എടുത്ത് ഓട്ടോ എടുത്ത് നേരെ ഗുരുവായൂർ പോവാം. എന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഗുരുവായൂർ അവരോട് വിളിച്ച് പറയുന്നതല്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പം നമുക്ക് ഈ ചെക്ക് ഇൻ ടൈം 2 മണി അല്ലെങ്കിൽ 12 മണി അല്ലെങ്കിൽ 1 മണി അങ്ങനെയുള്ള സമയമാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ എന്താ പറയുക, ഫ്രീ ഉള്ള ഹോട്ടൽ കണ്ടാൽ ഡയറക്റ്റായിട്ട് അവരെ കോൾ ചെയ്ത് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏർലി മോർണിംഗ് ചെക്ക് ഇൻ പറയുന്നതാണ് നല്ലത്. അങ്ങനെ ഞങ്ങളൊരു ശനിയാഴ്ച രാവിലെ ഗുരുവായൂർ എത്തുന്നു, ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേരെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുന്നു. നല്ല തിരക്കായിരുന്നു അന്ന്, എന്തൊക്കെയോ ഉത്സവം അങ്ങനെയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. 6 മണിക്ക് മുമ്പ്, ഏർലി മോർണിംഗ് 6 മണിക്ക് മുമ്പ് അമ്പലം എത്തിയത് കൊണ്ട് സ്പെഷ്യൽ ക്യൂവിനുള്ള ടിക്കറ്റ് കൊടുക്കാനുള്ള സമയമായിട്ടില്ല. അത് 6:45. അപ്പം ഞങ്ങൾ നേരെ സൈഡ് വഴി ഉള്ളിലേക്ക് കയറി തുലാഭാരത്തിനെല്ലാം കൊടുത്ത് അതിനുശേഷമാണ് നമ്മുടെ അമ്പലത്തിൽ ചുറ്റും 2 ആനകളൊക്കെ വെച്ചുള്ള പരിപാടികളൊക്കെ ആയി. അതെല്ലാം കണ്ട് എന്താ പറയുക, ചുറ്റമ്പലത്തിലേക്ക് ഇങ്ങനെ നിറമാലിയല്ല, എന്താ പറയുക, കണ്ണൻ എല്ലാവരെയും കാണാനായി ആനപ്പുറത്ത് വരുന്ന ഒരു സെറ്റപ്പ് എല്ലാം കണ്ട് ആനയുടെ ഗജമേളങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് തന്നെ തൊഴുത് പ്രസാദവും വാങ്ങി വീണ്ടും വന്ന് ഇനി ഒരിക്കലും കൂടി പോവാം എന്ന തീരുമാനത്തിൽ വീണ്ടും ഹോട്ടലിൽ പോയി ഭക്ഷണം എല്ലാം കഴിച്ചു. വീണ്ടും ഗുരുവായൂർ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നു. കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, പാട്ട്, അരങ്ങേറ്റം, അങ്ങനെയുള്ള കുറേ പരിപാടികളെല്ലാം കണ്ട് നല്ല തിരക്കായിരുന്നു. ഈവനിങ് ആണെങ്കിൽ ഈ നിലവിളക്കെല്ലാം നീളത്തിൽ, അതായത് ഈസ്റ്റ് നട ഗേറ്റ് മുതൽ അമ്പലനട വരെയുള്ള ഇവിടെയും ഓരോ നിലവിളക്ക് കൊളുത്തി വെച്ച് സെൻറ്ററിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാവിലെ പോകുമ്പം കുറച്ച് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഓം നമോ നാരായണായ. തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പൂരി ജഗന്നാഥ ക്ഷേത്രം, ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന വൈഷ്ണവ ക്ഷേത്രമായി പരിഗണിക്കപ്പെടുന്നു. തൃശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി ഗുരുവായൂർ പട്ടണത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. എന്നാൽ ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധമായത്. അതിനാലാണ് ഭക്തർ സ്നേഹപൂർവ്വം ഈ ക്ഷേത്രത്തെ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ രൂപവും ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഗുരുവായൂരപ്പനെ ഭൂരിഭാഗം ഭക്തരും ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആരാധിക്കുന്നു. കൃഷ്ണാവതാര സമയത്ത് ദേവകിക്കും വസുദേവനും കാരാഗൃഹത്തിൽ ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെ എന്ന ഭക്തവിശ്വാസമാണ് ഇതിന് അടിസ്ഥാനം. ആദ്യകാലത്ത് ഇത് ഭഗവതി ക്ഷേത്രമായിരുന്നു. അന്നത്തെ പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്രം മതിലിനുള്ളിലെ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പരാശക്തി, വനദുർഗ, ഭദ്രകാളി സങ്കല്പങ്ങളോടുകൂടിയ ഭഗവതി. ഇടത്തരി കത്തുകാവിൽ അമ്മ എന്ന് വിളിക്കുന്ന ഈ ഭഗവതി ക്ഷേത്രത്തിന്റെ സംരക്ഷണ മൂർത്തിയാണെന്ന വിശ്വാസം നിലനിൽക്കുന്നു. അതിനാലാണ് ഇവർക്കുള്ള ആരാധനയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നത്. ഉപദേവതകളായിട്ടുള്ള അവരെ നോക്കുകയാണെങ്കിൽ, ഗണപതി 2 പ്രതിഷ്ഠകൾ അകത്തും പുറത്തും, സരസ്വതി ചിത്രരൂപത്തിലുള്ളത്, അയ്യപ്പൻ ശിലാരൂപത്തിലുള്ളത്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ,
അനന്തൻ ഉൾപ്പെടെയുള്ള നാഗദേവതകൾ കൂടാതെ അദൃശ്യ സങ്കല്പമായി ശിവാരാധനയും ഇവിടെ നടക്കുന്നുണ്ട്. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാന ഉത്സവം കുംഭമാസത്തിലെ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി 10 ദിവസം നീളുന്ന വാർഷിക ഉത്സവമാണ്. വൃശ്ചിക മാസത്തെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി, ഗുരുവായൂർ ഏകാദശി എന്നിവയും പ്രധാനമുള്ളതാണ്. ചിങ്ങമാസത്തിലാണെങ്കിൽ അഷ്ടമി രോഹിണിയും തിരുവോണം എന്നിവയാണ് മെയിൻ. മേടമാസത്തിൽ വിഷു ആഘോഷം. പിന്നെ ധനുമാസത്തിൽ 22-ാം തീയതി, മകരത്തിലെ 4-ാം ചൊവ്വ വെള്ളി, പിന്നെ കന്നിമാസത്തിൽ അമാവാസി മുതൽ 9 ദിവസം നവരാത്രി, വൈശാഖ പുണ്യമാസം 27 ദിവസം, അങ്ങനെ കുറേ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ദർശന സമയം ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പുലർച്ചെ 3 മണിക്ക് നട തുറക്കും എല്ലാ ദിവസവും. ഉച്ചയ്ക്ക് 1:30 നട അടയ്ക്കുന്നു. വൈകുന്നേരം 4:30 വീണ്ടും തുറക്കും. രാത്രി 9:15 നട അടയ്ക്കും. പ്രധാന പൂജകളുടെ സമയം നോക്കുകയാണെങ്കിൽ നിർമാല്യ ദർശനം പുലർച്ചെ 3 മണിക്കാണ്. ഉഷപൂജ 4:30, ഉച്ചപൂജ ഏകദേശം 10 മണിക്ക്, ദീപാരാധന വൈകുന്നേരം 6 മുതൽ 6:45 വരെ, അത്താഴ പൂജ രാത്രി 7:30 മുതൽ 8:15 വരെ. ഉത്സവ ദിവസങ്ങളിലും പ്രത്യേക പൂജകളിലും ഈ സമയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ വാസുദേവായ നമഃ.
അമ്പലനടയിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. എന്താണ് സംഭവം എന്നൊന്നും അറിയുന്നില്ല. നല്ല തിരക്കാണ് അവിടെ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ തിരക്കാണ്. അതിന് പോകണ്ട. ഓം നമോ നാരായണായ. ഓം നമോ വാസുദേവായ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ വാസുദേവായ നമഃ. കമോൺ ഫ്രണ്ട്സ്, നമുക്കൊരു സഞ്ചാരത്തിന് പോകാം. ലാ 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 ലാ.